അരണ്ട് വിളിച്ചു വന്ന കഥയുടെ തുടർഭാഗം. എന്തായാലും എനിക്കതൊരാശ്വാസമായിരുന്നു. എന്തായാലും രാഘവനെ എൻ്റെ തലയിൽ വെച്ച് കെട്ടിയില്ലല്ലോ, ഭാഗ്യം. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം ഉണ്ണിത്താനെ വല്ലാതെ അലട്ടിയിരുന്നു. സന്തതി പരമ്പരകളില്ലാതെ വന്നാൽ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകും. ഈ ചിന്ത അവരെ വല്ലാതെ വേട്ടയാടി. തങ്ങളുടെ കാലം കഴിയുന്നതിന് മുൻപ് ഒരു കുഞ്ഞ് ജനിച്ചു കാണാനൊക്കുമോ? അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരുടെ കുടുംബ ഡോക്ടർ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഒന്നുകിലൊരു കുഞ്ഞിനെ ദത്തെടുക്കുക. അതിനവർ തയ്യാറല്ല. തങ്ങളുടെ രക്തത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരിക്കലും നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. രാമേന്ദ്രൻ ഉണ്ണിത്താൻ ചോദിച്ചു. എന്താ ഡോക്ടർ ആ വഴി? നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ പെട്ട ആരുടെയെങ്കിലും സഹായത്തോടെ ഇവരുടെ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കാം. അതെങ്ങനെ? നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ ഇവരുടെ കുഞ്ഞിനെ വളർത്തിയെടുത്ത് ജനിപ്പിക്കുവാൻ സാധിക്കും. അതിന് ചില ടെസ്റ്റുകളൊക്കെ വേണം. അതിനുശേഷം അതിനെക്കുറിച്ചായി ആലോചന. മറ്റൊരു സ്ത്രീയിലൂടെ കുഞ്ഞ് ജനിച്ചാൽ പുറംലോകം അറിയും തനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള കഴിവില്ലെന്ന്. കാവേരിയുടെ ചിന്ത ആ വഴിക്കായിരുന്നു. പെട്ടെന്നാണ് കാവേരി പറഞ്ഞത്. ഉണ്ട് ഡോക്ടർ, ഒരു മാർഗമുണ്ട്. എന്താണ്? എല്ലാവരും ഒരുപോലെ ചോദിച്ചു. സൗദാമിനി ഞെട്ടലോടെ അവർ ചോദിച്ചു. അതൊരിക്കലും നടക്കില്ല. രാമേന്ദ്രൻ ഉണ്ണിത്താൻ പറഞ്ഞു. ദ്രോഹിച്ചതൊന്നു പോരെ, ഇനിയും വേണോ? അച്ഛനെന്താ അവളുടെ അനുകമ്പ? ഞാനും അതാ ചോദിക്കുന്നത്. സാവിത്രി തങ്കച്ചി കൂട്ടിച്ചേർത്തു. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതല്ല. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ജോലിക്ക് നമ്മൾ സമ്മതിച്ചില്ല. അവിവാഹിതയായ ഒരു പെണ്ണിനോട് അത് പറയുന്നത് ശരിയല്ല. ഒരു ശരികേടുമില്ല കാവേരി. നമ്മൾ പറയുന്നത് എന്തും അനുസരിക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. മാത്രമല്ല നമ്മുടെ ദാക്ഷിണ്യത്തിൽ ജീവിക്കുന്നവൾ. ഒരു ബാല്യക്കാരിയിൽ തന്നെ വേണോ നമുക്കൊരു കുഞ്ഞ്? കാവേരിയുടെ ഭർത്താവ് ബാലേന്ദ്രൻ ഉണ്ണിത്താൻ ചോദിച്ചു. അടുത്ത ഭാഗവുമായി